ആ കുറച്ച് വെള്ളം കിട്ടിയാൽ കൊള്ളായിരുന്നു. കാരണം കുറച്ച് വെള്ളം കുടിക്കാനാട്ടോ, തലവഴി ഒഴിക്കാനൊന്നുമല്ല. ഇത് കാലാകാലങ്ങളായിട്ട് കണ്ടുവരുന്നൊരു ട്രെൻഡാണ്. ഇതുവരെയായിട്ട് ഇത് ഔട്ട്ഡേറ്റഡ് ആയില്ലല്ലേ? നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്കൊക്കെ മുന്നിൽ നമുക്ക് വല്ല അറ്റാക്ക് ഉണ്ടായി ചത്തുപോയി കഴിഞ്ഞാൽ എന്താ നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യമല്ലേ ചേച്ചി? ചോദ്യങ്ങളുടെ മുമ്പിൽ അറ്റാക്ക് വന്ന് ചത്തുപോയി കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് മോന്തി കഴിഞ്ഞാൽ അറ്റാക്ക് മാറുമോ? എന്തൊക്കെയാണ് ഈ പറയണത്? ടീംസ് ആണ് അപ്പോ പറഞ്ഞു ഉദ്ദേശിക്കുന്നത്. ചേച്ചി ശരിക്കും അങ്ങനെയാണോ? താങ്ങൂല കളി, ചേച്ചിക്ക് താങ്ങൂല കളി നിർത്താത്ത ടീംസ് ആണ് അവര്. എന്റെ പൊന്നു പറഞ്ഞാൽ നീ ഇല്ലേ, നീ ഇപ്പൊ പറഞ്ഞ ഈ കമന്റിന് എന്റെ മോന്ത തലയെക്കൂടാണ് ഞാൻ നീ എന്റെ കിച്ചുവിന്റെ ഏജ് ആയി എന്നാ വൃത്തികെട്ടോ അടി. നീ ഇതിനാണോ നീയൊക്കെ എന്നെ നാച്ചുറൽ ആയിട്ട് ആക്ട് ആണെന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് തറയിലോട്ടാണ് ഒഴിക്കുന്നത്. അവരുടെ തല വഴി ഒഴിക്കണം, അപ്പൊ മേക്കപ്പ് പോയില്ലേ? ഇത് കാലാകാലങ്ങളായിട്ട് ഇന്റർവ്യൂവിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. ഇറങ്ങിപ്പോകുന്നത്, വെള്ളം കോരി തലവഴി ഒഴിക്കുന്നത്. അത് വളരെ ആർട്ടിഫിഷ്യലായിട്ട് വീണ്ടും നമ്മുടെ രേണു ചേച്ചി അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. രേണു ചേച്ചി കല്ലാകാലങ്ങളായിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്ന രേണു ചേച്ചിയുടെ സ്വന്തം ചാനലായ മെയിൻ സ്ട്രീം വണ്ണിൽ വീണ്ടും ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. വളരെ അടിപൊളി കിട്ടുകാഴ്ച വീഡിയോ ആണ്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതാണെന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. ആ കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമന്റ് ഇട്ടേരെ, ഒരു ലൈക്ക് ഇട്ടേരെ, അൺസബ്സ്ക്രൈബ് ഒഴുകി എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടോ. കൂടുതൽ ആയിട്ട് ചെയ്യുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രേണു സുധിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഈ രേണുവിൻ്റെ ഒരു ടെക്നോളജി എങ്ങനെയാണെന്ന് അറിയുമോ? പുള്ളിക്കാരി ഒരു ടെംപ്ലേറ്റിനകത്തൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ആദ്യം പുള്ളിക്കാരി ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കും, എന്നിട്ട് ഈ ഉണ്ടാക്കിയ കോൺട്രവേഴ്സിയെ ന്യായീകരിക്കാനായിട്ട് മെയിൻ സ്ട്രീം വണ്ണിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കും. എന്നിട്ട് ആ മെയിൻ സ്ട്രീം വണ്ണിനകത്ത് മറ്റൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കും. ഇത് പുറത്തു കയറുന്ന കത്തുമ്പോഴത്തേനും പുള്ളിക്കാരിയുടെ ചാനലിനകത്ത് ഇതിന് മറ്റൊരു എക്സ്പ്ലനേഷൻ വരും, ഇല്ലെങ്കിൽ വേറൊരു ചാനലിൽ മറ്റൊരു ഇന്റർവ്യൂ കൊടുക്കും. ഇങ്ങനെ ഇന്റർവ്യൂ ടു ഇന്റർവ്യൂ, കോൺട്രവേഴ്സി ടു കോൺട്രവേഴ്സി ഓടി നടക്കലാണ് രേണു ചേച്ചിയുടെ പരിപാടി. ബിഗ് ബോസിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും അച്ചോ പാവം, കാറ്റടിച്ച തെറിച്ച് പോകുന്ന ഒരു പാവം കൊച്ച്, ഈ ഒരു ചിന്താഗതിയാണ് എല്ലാവർക്കും ഉണ്ടായത്. അത് ഞാൻ അവരുടെ ശരീരപ്രകൃതത്തെ അല്ല പറഞ്ഞത്, അവരുടെ ഒരു സ്വഭാവത്തെ. അവർ അനാവശ്യമായി വഴക്കൊന്നും ഉണ്ടാക്കാൻ പോയിട്ടില്ല. ആകെ അവിടെ ഉണ്ടാക്കിയൊരു ഇത് പറഞ്ഞാൽ കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തനിക്ക് എന്നാത്തിന്റെ കേടാണോ, ഈ ഒരു സാധനം മാത്രമാണ് പുള്ളിക്കാരിയുടെ ഫയറായി കണ്ടത്. പിന്നെ ആസ് യൂഷ്വൽ മസ്താനി വന്ന് ചൊറിഞ്ഞപ്പോൾ ഒന്ന് ഇങ്ങനെ തീപ്പെട്ടി വരച്ചപ്പോൾ ഒന്ന് കത്തുന്ന പോലെ ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായി, വലിയ കഥയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ കോൺട്രവേഴ്സി നടന്നിരുന്നത് പുള്ളിക്കാരി ഒരു ബിയാറിൻ്റെ ഇന്നോഗ്രേഷന് വേണ്ടിയിട്ട് അങ്ങ് ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് അത് മദ്യപിച്ചിട്ടാണോ ഡാൻസ് കളിച്ചത്? അത് പ്രൊമോഷൻ വന്ന ഗസ്റ്റ് ആണോ ഡാൻസ് കളിക്കേണ്ടത്? പുള്ളിക്കാരി ബാർ ഡാൻസർ ആണോ? ഈ ചർച്ചകളാണ് നടക്കുന്നത്. അപ്പോൾ ഈ ബാർ ഡാൻസർ ചർച്ച പ്ലസ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ചർച്ച രണ്ടുമാണ് നമ്മുടെ പ്രധാന സംസാര വിഷയം. നമുക്കപ്പോൾ രേണു ചേച്ചി പറയുന്നത് ഒന്ന് കേട്ടോളാം. കുറെ കാര്യം വെള്ളം അടിക്കാനാണ് വരുന്നത്. വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഫ്രണ്ടില് ഡാൻസ് കളിക്കാൻ മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് അങ്ങനെ മോശമായിട്ടൊന്നും തോന്നില്ല. കാരണം ഞാൻ പ്രൊമോഷന് പോയത് ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് അവരെന്നെ വിളിച്ചത്, അല്ലെ? ചുമ്മാ ഇതാണ്, പ്രൊമോഷന് പോയ ഒരാള്, ഗസ്റ്റ് ആയിട്ട് പോയ ഒരാള് എന്തിന് കള്ളു കുടിച്ച് ഡാൻസ് കളിച്ച് കള്ളു കുടിക്കുന്ന പ്രൊമോഷന് പോയ ഒരാള്, ഗസ്റ്റ് ആയിട്ട് പോയ ഒരാള് കള്ളു കുടിച്ച് ഡാൻസ് കളിച്ചതിന് എന്താണ് പ്രശ്നം? എന്താണ് അവര് പോയത്? ആ സ്ഥാപനത്തിന് കിട്ടാവുന്നതിൽ ഏറ്റവും അധികം പ്രൊമോഷൻ വാങ്ങിക്കൊടുക്കുക എന്ന ഉദ്ദേശത്തിലാണ് അവർ പോയത്. അപ്പോൾ അവരുടെ ഒരു സ്റ്റൈല് പ്രകാരം ചെയ്യുന്ന സാധനം കോൺട്രവേഴ്സിയൊക്കെ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇവർ മര്യാദയ്ക്ക് അവിടെ പോയി ഇന്നോഗ്രേഷൻ നിർത്തി അവിടെയുള്ള ആൾക്കാരെല്ലാം നമ്മൾ ഉദ്ഘാടനത്തിൽ തന്നെ കേട്ടോ രേണു പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാവുമോ? ഇപ്പൊ അങ്ങ് വിദേശത്തുള്ള ദുബായിലുള്ള സ്ഥാപനം കേരളത്തിൽ കിടാൻ നമ്മൾ അറിഞ്ഞില്ലയോ? അതാണ് അതിന്റെ പ്രൊമോഷൻ. അവരെ ഏൽപ്പിച്ച പരിപാടി അവർ വളരെ വെടിപ്പായിട്ട് ചെയ്തു. അവരോട് മദ്യപിക്കരുത്, അല്ലെങ്കിൽ ഗസ്റ്റ് മദ്യപിച്ച് ഡാൻസ് കളിക്കാൻ പറ്റില്ല കേട്ടോ. അല്ല, നമ്മൾ ബാറിൽ അടിക്കാൻ വന്നിട്ട് രണ്ടെണ്ണം അടിച്ചിട്ട് പോവാം. ഗസ്റ്റിന് പക്ഷേ ഡാൻസ് മദ്യപിച്ച് അത് പറ്റത്തില്ല. അതെന്താണ്? അത് അവരുടെ ഇഷ്ടമാണ്. അവർ ചിലപ്പോൾ മദ്യം കഴിക്കും, ചിലപ്പോൾ പച്ചവെള്ളം കുടിക്കും, ചിലപ്പോൾ വിഷം കൊടുത്ത് കുടിച്ചെന്നിരിക്കും. അതൊക്കെ ചോദിക്കാൻ നമ്മളാരാണ്? അവരുടെ ഭാഗത്ത് ഒരു തെറ്റ് തന്നെയല്ലേ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുള്ളൂ. ഇതൊന്നും എനിക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല കേട്ടോ. അവർക്ക് പ്രൊമോഷന് വിളിച്ചു, ഇന്ന കാര്യമാണ് ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടാവും, അതിനനുസരിച്ചുള്ള പൈസ മേടിച്ചു. ഇപ്പം നമ്മളൊരു ഹോട്ടലിൻ്റെ ഇനോഗ്രേഷന് പോയി, ഫുഡ് അടിച്ച് നോക്കത്തില്ലയോ? നമ്മളൊരു ജൂവലറിയുടെ ഇനോഗ്രേഷൻ പോയി, മാലകൾ എടുത്ത് വെക്കത്തില്ലയോ? ബോച്ചയുടെ ബാറിന്റെ ഇനോഗ്രേഷൻ പോയി, അവർ 2 പെഗ് അടിക്കുന്നവരാണ്, അവരടിച്ചു നോക്കിട്ട് ഇത് ആർക്ക് കുഴപ്പം ആർക്കാണ്? കണ്ടായിരുന്നോ? ഒരു വീഡിയോയില് അത് പ്രൊമോഷനാണ്, അവരുടെ പരസ്യമാണ്. അത് കള്ള് തന്നെയാണെന്ന് എന്താ തെളിവ്? അല്ല, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് കള്ളല്ലെന്നുള്ളതിന് ഇപ്പൊ എന്താ തെളിവ്? അതിനോട് പ്രസക്തി ഇല്ല. നിങ്ങൾ കള്ളോ എന്തൊരു കുടിച്ച് അവർക്ക് പ്രൊമോഷൻ ഉണ്ടാക്കാൻ കൊടുത്ത് അവർക്ക് പ്രൊമോഷൻ ഉണ്ടാക്കി. അതിന് ഈ
അതായത് പടക്കക്കടയ്ക്ക് തീ കൊളുത്തിയതിനും പ്രശ്നമില്ല, പടക്കം പൊട്ടിയതിനും പ്രശ്നമില്ല, കടയുടെ ഓണറിനും പ്രശ്നമില്ല. ദവിടെ നിന്ന് അങ്ങ് പടക്കം പൊട്ടിയപ്പോൾ കുറച്ച് പുക വന്നു കേട്ടോ. ഈ പുക വന്നത് കണ്ടവനാണ് പ്രശ്നം. ഇത് എന്തൊരു പ്രശ്നം ഇത്? ഇതൊക്കെ ഒരു പ്രശ്നമാണ്. ഇവരിപ്പോ കോൺട്രവേഴ്സി ഒന്നും ഉണ്ടാക്കാൻ നന്നായിട്ട് പോവാണ്. അവര് ആ പാട്ടിനെ വിടൂ. അവർ ഈ ഊതി വീർപ്പിച്ച ബലൂണൊന്നും അല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ കുറച്ചു നേരം ഉണ്ട് കേട്ടോ കേൾക്കാം. സാധാരണ ഞാൻ സുധിച്ചേട്ടൻ ഒരു സിനിമ അഭിനയിച്ചു, ഞാൻ അന്ന് കണ്ടിട്ടുണ്ട്. കള്ളിന് പകരം ആ കുപ്പിക്കകത്ത് പെപ്സി ഉപയോഗിച്ചാണ് അവർ കുടിച്ചോണ്ടിരിക്കുന്നത്. അത് ഇതിപ്പോ കള്ളാന്ന് ആര് പറഞ്ഞു? അതുപോലെ ഞാൻ ഷാപ്പിലെ പ്രണയം എന്ന് പറയുന്ന ആൽബം ചെയ്തു. എല്ലാവരുടെയും മുന്നിൽ കള്ളുണ്ട്, കള്ള് ഷാപ്പാണ്. അതിനകത്ത് കള്ളാണെന്ന് ആര് പറഞ്ഞു? അല്ലാതെ കള്ളല്ലെന്നും ആരും പറയുന്നില്ലല്ലോ. ഇപ്പൊ കള്ളാണെങ്കിൽ ഇപ്പൊ എന്താ, നിങ്ങൾ അടിച്ച് പെരുത്ത് അവിടെ ആരെങ്കിലും ആയിട്ട് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അന്നേരം നമ്മൾ പറയും. ഇതൊരു പ്രൊമോഷൻ വിട്ട് ആ പ്രൊമോഷൻ വെടിപ്പാട്ടി ചെയ്തതിനകത്ത് എനിക്ക് വ്യക്തിച്ച് പ്രശ്നമൊന്നും തോന്നുന്നില്ല. ഇനി ഞാനിവരെ സപ്പോർട്ട് ചെയ്ത് ഇവരുടെ PR ആണെന്ന് പറഞ്ഞ് ഞാൻ വന്നേക്കില്ല. എനിക്ക് രേണുവിന് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ന്യായത്തിന്റെ പച്ചം നിൽക്കണമല്ലോ, അതല്ലേ എൻ്റെ ഒരു ശരി. കുടിക്കുന്ന പരിമല ചെരുവിൽ എന്ന് പറഞ്ഞ പാട്ട്, അതിൽ ഉർവശി ചേച്ചി കള്ളു കുടിക്കുന്നതായിട്ട് അഭിനയിക്കുന്നില്ലേ? അതുപോലെ ഞാൻ അഭിനയിച്ചിട്ട് ഞാൻ ഡാൻസ് ചെയ്തു. ഉർവശി ചേച്ചി കേക്കണ്ട, ആരെ വെച്ചിട്ടാ ഉർവശി ചേച്ചി കള്ളു കുടിച്ച് അഭിനയിച്ചില്ലേ, അതേപോലെ ഞാനും കള്ളു കുടിച്ച് അഭിനയിച്ചു. എന്താ പ്രശ്നം? എന്താ അതിച്ചിരി ഓവറായിപ്പോയി. ഉർവശി ചേച്ചി ഇത് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ തല കൂടെ തൂക്കേറിട്ട് തൂങ്ങും. അങ്ങനൊന്നും പറയണ്ട. എനിക്ക് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ തോന്നി ഞാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്തു, ഇല്ലെങ്കിൽ അവരെന്നോട് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്തു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇപ്പൊ ഞാൻ പറയാണ്, ഞാനിവിടെ ഇരുന്ന് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നില്ലേ, അപ്പൊ സീക്രട്ട് ഏജന്റും ഞാൻ ഒരേപോലെ അല്ലേ, അല്ലെങ്കിൽ ലൈഫ് ഓഫ് അനന്തും ഞാൻ ഒരേ തട്ടിലല്ലേ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കർക്കിച്ച് തുപ്പൂലേ, അതുപോലെ തന്നെ കർക്കിച്ചൊരു തുപ്പൽ വരും കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനത്തെ കമ്പാരിസൺ ഒന്നും വേണ്ട. നമ്മളായിട്ട് പറയാം, ബി ഗാർഡിന് തുല്യം ബി ഗാർഡ് മാത്രം. അതുപോലെ നമ്മൾ മുമ്പേ പറഞ്ഞ കമ്പാരിസൺ അല്ലേ, എനിക്ക് തുല്യം ഞാൻ മാത്രം, രേണുവിന് തുല്യം രേണു മാത്രം. അതിനെന്താണ് തെറ്റ്? ഇപ്പൊ ചേച്ചി അഭിനയിച്ചത് ഏറ്റവും നന്നായിട്ടാണ് ചേച്ചി ചെയ്തത്. ഞാൻ അതല്ല, റീലായിട്ട് അവർ പറഞ്ഞു ആ ഒരു പാപ്പിലോന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ട്, അതായത് കള്ള് കുടിക്കുന്ന പോലെ അഭിനയിച്ച് ഞാൻ ഡാൻസ് ചെയ്തു. അതെനിക്ക് ഒരു വൾഗാരിറ്റിയും തോന്നിയിട്ടില്ല, ഒരു തെറ്റായിട്ടും തോന്നിയില്ല. ഞാൻ എന്റെ ജോലിയാണ്. അപ്പൊ അതൊരു ഗസ്റ്റ് എന്ന രീതിയിൽ അത് ശരിയാണ്. ഗസ്റ്റ് എന്ന രീതിയിൽ ശരിയാണ്. കാരണം പരസ്യത്തിൽ ഇത് ഗസ്റ്റ് കള്ളു കുടിച്ച് ഇറങ്ങത്തില്ലയോടെ, ഇത് എന്തുവാടേ ഇത്? ഈ മെയിൻ സ്ട്രീം വൺ എന്ന് പറയുന്ന ഈ ഒരു ചാനല്, ഇത് രേണുവിന്റെ പെറ്റാണ്. ഈ ചാനലാണ് എപ്പോഴും രേണുവിനെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ചാനലിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവര് സ്പോട്ടിൽ ഇവർക്ക് ഇന്റർവ്യൂ കിട്ടുന്നുണ്ട്, പട്ടപ്പട്ടയെന്ന് ഇവർക്ക് ആളുകളെ കിട്ടുന്നുണ്ട്. ഇവർക്ക് കിട്ടുന്ന ആളുകളെല്ലാം ഈ പറഞ്ഞ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ആളുകളാണ്. പക്ഷേ 3 ചോദ്യങ്ങൾ ഇവരുടെ കാണത്തുള്ളൂ. ഈ ചോദ്യം തന്നെ ഇങ്ങനെ ചോദിക്കും, അത് കഴിയുമ്പോൾ ആ ചോദ്യം ഇങ്ങനെ ചോദിക്കും, അത് കഴിയുമ്പോൾ ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കും, പിന്നെ അതേ ചോദ്യം തന്നെ ഇങ്ങനെ ചോദിക്കും. എൻ്റെ പൊന്ന് മെയിൻ സ്ട്രീം ആണ്, നിങ്ങൾ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ടൊന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ക്വസ്റ്റ്യൻ ഇല്ല, ഗസ്റ്റ് എന്തിന് മദ്യപിച്ച് ഡാൻസ് കളിച്ചു, ഇത് മാത്രമേ ഉള്ളൂ ചോദ്യം, വേറെ ഒരു ചോദ്യം ഇല്ല ഇവരുടെ കയ്യിൽ. സോ അതൊന്നും സെറ്റാക്കി കഴിഞ്ഞാൽ മെയിൻ സ്ട്രീം ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം. പോയത് അവരുടെ പരസ്യം എനിക്ക് കൊടുക്കണ്ട, അല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ അവരുടെ പ്രൊമോഷൻ ഞാൻ എഗ്രിമെന്റോട് കൂടി പോയെങ്കിൽ ഞാൻ അവിടെ ചെയ്തിരിക്കണം. അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ ഡെഡിക്കേഷൻ. രേണു ചേച്ചി ബിഗ് ബോസിൽ പോയിട്ട് ദിവസവും പേയ്മെന്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വീക്ക്ലി പേയ്മെന്റ് തരുന്നു. ദിവസം അല്ലെങ്കിൽ വീക്ക്ലി പേയ്മെന്റ് കിട്ടുന്ന ഒരു പ്രോഗ്രാം ആണല്ലോ ബിഗ് ബോസ്, അല്ലെങ്കിൽ മന്ത്ലി പേയ്മെന്റ്. ഓക്കെ രേണുവിന് നല്ല പുരോഗതി ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ നിന്ന് എങ്ങാണ്ട് ഇറങ്ങി വന്നപ്പോൾ സ്ഥിരം നമ്മുടെ കുയിലുകളുണ്ടല്ലോ, കുയിലുകൾ ചോദ്യം ചോദിച്ചപ്പോൾ അതിൽ നിന്നെല്ലാം സ്കിപ്പ് ആകുന്ന കണ്ടു. ഇപ്പോൾ ആളുടെ ഒരു അപ്പിയറൻസിലായാലും, ആളുടെ ഒരു ഡ്രസ്സിങ്ങിലായാലും, ആളുടെ ഒരു സംസാര രീതിയിലായാലും ഒരുപാട് മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പഴയ ഒരു കച്ചറ സ്റ്റൈലിൽ നിന്ന് ആൾ മാറി വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. നേരത്തെ എന്ത് കാണിച്ച് റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പൊ പുള്ളിക്കാരി റീച്ചിന്റെ പീക്കിൽ എത്തിച്ചേർന്നു. ഇനി എനിക്ക് എന്റെ ആവശ്യമില്ലെന്ന് ചിന്തിച്ചാണെന്ന് അറിയില്ല. ഇപ്പൊ ഓക്കെ ബാക്ക് പറയൂ. ഓക്കെ ബിഗ് ബോസ് എന്തുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്തതാണ്, എന്തുകൊണ്ട് കുറച്ച് നാളും കൂടി നിന്നാ അത് വീണ്ടും പൈസ കിട്ടുമായിരുന്നല്ലോ. ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ കാരണം. ഇപ്പൊ ദുബായിൽ പോയിട്ട് പൈസയുടെ കാര്യം പറഞ്ഞു, ഞാൻ സ്ഥിരം എന്റെ മക്കളെ ഫോൺ വിളിക്കുമായിരുന്നു, ഇല്ലേ, വീഡിയോ കോൾ ചെയ്യുമായിരുന്നു, അവരുടെ അടുത്ത് കോൺടാക്ട്. ഇതിനകത്ത് അവർ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ, രേണു പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ദുബായിലല്ല ഇനോഗ്രേഷന് പോകുന്നത്. അപ്പോൾ ഈ പൈസയ്ക്ക് വേണ്ടി അങ്ങനെ പോകുന്നയാൾ എന്തുകൊണ്ട് ബിഗ് ബോസിൽ കുറച്ച് നാളും കൂടെ നിന്ന് പൈസ ഉണ്ടാക്കിയില്ല എന്നാണ് ചോദ്യം. അത് ചോദിക്കുന്നത് നിങ്ങളാരാണ്? അവർ ബിഗ് ബോസിൽ നിൽക്കണ്ടോ എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ തീരുമാനമല്ലേ. ബിഗ് ബോസിൽ നിന്ന് പൈസ ഉണ്ടാക്കണോ അതോ ബാറിൽ പോയി ഡാൻസ് കളിച്ച് പൈസ ഉണ്ടാക്കണോ എന്നൊക്കെ അവരല്ലേ തീരുമാനിക്കുന്നത്. ഇവരുടെ ക്വസ്റ്റ്യൻ എനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ. ഈ മെയിൻ സ്ട്രീമിന്റെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നേരെ തിരിച്ചു ചോദിക്കുകയാണ്. രേണുവിനെ അല്ലെ മെയിൻ സ്ട്രീമിൽ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര രൂപ പൈസ കിട്ടും. അപ്പോൾ അതേ സാധനം തന്നെ കുറച്ചും കൂടെ നിങ്ങൾ ആ ലാസ്റ്റ് വെള്ളം ഒഴിക്കുന്ന സാധനമില്ലേ, അത് ഇച്ചിരി കൂടെ നിങ്ങൾ രേണുവിന്റെ കവാല പുറക്കെ ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ റിച്ച് കിട്ടും, കുറച്ചും കൂടെ കാശ് കിട്ടും. നിങ്ങൾ ചെയ്യുമോ? അത് നിങ്ങളുടെ
താല്പര്യമില്ലേ? അതുപോലെ രേണുവിനും കുറെ താല്പര്യമുണ്ട്. അവർ ബിഗ് ബോസിൽ നിൽക്കണോ, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി പോകണം എന്നൊക്കെയുള്ള അവരുടെ താല്പര്യം. പക്ഷെ രേണു ഇങ്ങനെ പറയുന്ന എക്സ്പ്ലനേഷൻ എൻ്റെ മക്കൾ, അത് ഞാൻ ബാക്കി കേൾപ്പിക്കുന്നില്ല കേട്ടോ, ഞാൻ പറയാം, സമയം പോകുന്നുണ്ട്. എൻ്റെ മക്കളെ എനിക്ക് വീഡിയോ കോൾ ചെയ്യണം, വീഡിയോ കോൾ ചെയ്താലേ എനിക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വിദേശത്തൊക്കെ പോകുമ്പോഴേ വീഡിയോ കോൾ ചെയ്യും, എനിക്ക് മിസ്സിങ് മാറും. പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ വീഡിയോ കോൾ ചെയ്യാൻ പറ്റത്തില്ല. അതൊന്നും അല്ല, പുള്ളിക്കാരി അതിന് ആപ്റ്റ് ആയിട്ടൊരു കണ്ടസ്റ്റന്റ് അല്ല. ഈ മക്കളെ ഒന്നും പുള്ളിക്കാരി ഓർത്തൊന്നുമില്ല. പുള്ളിക്കാരി അവിടെ രേണുചേട്ടൻകാർ, മക്കൾ സ്നേഹംകാർ, വിധവ കാർഡ്, ഇങ്ങനെ കുറെ കാർഡുകൾ ഇടയ്ക്ക് നിൽക്കാമെന്നാണ് ചിന്തിച്ചത്. ഈ പുറത്ത് വന്നപ്പോൾ കുറെ ആൾക്കാർ രേണു ഇറങ്ങുന്നുണ്ട് ഒരു സെലിബ്രിറ്റിയെ പോലെ വന്നത്. രേണു ചേച്ചി രേണു ചേച്ചി അത് ഓക്കെയാണ്, രേണു ചേച്ചി ഇത് ഓക്കെ, അങ്ങനെ ഒരു സെലിബ്രിറ്റിയെ പോലെ പുള്ളിക്കാരെ പൊക്കി വാഴ്ത്തി നടന്നുകൊണ്ടിരുന്നത് നേരെ അവിടെ ചെന്നപ്പോഴത്തേനും ഞാനായിട്ട് ഇവിടെ തിത്തിത്താര കളിച്ച് നിന്ന വല്ലത് കിട്ടും ആ ഒരു സെറ്റപ്പിലോട്ട് മാറി. ആ പരിപാടി പുള്ളിക്കാരിക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല, മൊബൈലില്ല. പുള്ളിക്കാരി ഇവിടെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ പുള്ളി തള്ളി തെറ്റാതെ പറഞ്ഞു കൊടുക്കുന്ന സുഹൃത്തുക്കളുണ്ട്, സുഹൃത്തുക്കളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. അതൊക്കെയാണ് പുള്ളിക്കാരിയുടെ പ്രശ്നം. ഞാനല്ലേ പിടിച്ചേക്കേണ്ടത്, എനിക്ക് പറ്റിയില്ല. എനിക്ക് ഹെൽത്തും എന്റെ മൈൻഡും ശരിയായിട്ടില്ല. എന്റെ മക്കളെ എന്നും എനിക്ക് കണ്ടോണ്ടിരിക്കണം, വിളിച്ചോണ്ടിരിക്കണം എന്നുള്ളൊരു ചിന്ത വന്നു. സോ ആ മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെ എനിക്ക് മക്കളെ കാണണമെന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ ഈ തള്ളൊക്കെയാണ് നമുക്ക് പറ്റാത്തത്. മക്കളെ കാണാൻ പറ്റാത്തോണ്ടാട്ടോ. പോയപ്പോ ഇല്ലായിരുന്നല്ലേ ഈ ഹോം സിക്നെസ്, അവിടെ ചെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മൂലയ്ക്ക് പറഞ്ഞ് കുത്തിയിരുന്നപ്പോഴാണ് ഇത് മനസ്സിലായത്. ഇടക്കിടക്ക് അതായത് ഒന്നാം ദിവസത്തിന്റെ ഒന്നാം ദിവസം തൊട്ട് 5-ാം ദിവസം വരെ എനിക്ക് വീട്ടിൽ പോകണം, എനിക്കല്ല കിച്ചുവിനെ കാണണം, എനിക്കല്ല ഋതപ്പനെ കാണണം, എനിക്ക് വീട്ടിൽ പോകണം. ഇത് തന്നെ. ലാലേട്ടൻ വരുമ്പോൾ വേണ്ടേട്ടാ, പോകണ്ടേട്ടാ, ഞാനിവിടെ നിന്നോളേട്ടാ, എന്നെ മൂന്നിക്ക് അങ്ങനെ ഇട്ടാൽ മതി ഏട്ടാ. ഇതായിരുന്നു പുള്ളിക്കാരിയുടെ ഗെയിം. പുള്ളിക്കാരി വാക്കൗട്ട് ചെയ്തില്ല. ലാലേട്ടനായിട്ട് മതി നിന്റെ ഈ ഗെയിമിലൂടെ മതി, ബാബാ ഉയർപ്പോരെ ഇറങ്ങിപ്പോരെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയതാട്ടോ. അത് നമ്മൾ എടുത്തു പറയണം. അല്ലാതെ മക്കളുടെ സ്നേഹത്തിൽ നമ്മൾ ഇറങ്ങി വന്നതല്ല. നമ്മൾ അവിടെ ഒരു ഡ്രാമ കളിച്ചപ്പോഴത്തേക്കും ലാലേട്ടൻ പിടിച്ച് ഇറക്കി വിട്ടതാട്ടോ. കുറെ പ്രപ്പോസൽസ് ഒക്കെ വന്നായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങോട്ട് നോക്കി, മുഖത്ത് നോക്കി പ്രപ്പോസൽ ചെയ്യുന്നിട്ട് ഞാൻ അടുത്ത് പറയും, കുറച്ച് ഞാൻ പറയുന്ന എമൗണ്ട് എന്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് എന്റെ മക്കളുടെ അക്കൗണ്ടിൽ ഇട്ടാ വേണം എന്റെ കല്യാണം കഴിക്കാൻ. ഒരു പൈസക്കാരനെയാണോ കിട്ടാൻ നോക്കുന്നത്? കെട്ടാൻ പുതിയ കല്യാണത്തിന് താല്പര്യമുണ്ടോ? ഞാൻ പറയുന്ന ഇത്ര ഫണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നോക്കാം, ഒരു പക്ഷേ ഞാൻ നോക്കിയേക്കും. അപ്പോൾ താങ്കൾ കല്യാണം കഴിക്കുന്ന പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുന്നതിന്റെ പ്രധാന മാനദണ്ഡം പണമാണെന്നാണോ പറഞ്ഞു തരുന്നത്? അപ്പൊ ഇവനെ കാണാൻ എങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയേണ്ട കാര്യമില്ല. ഇവന്റെ സ്വഭാവ ദൂഷ്യങ്ങളോ അല്ലെങ്കിൽ സ്വഭാവ നന്മകളോ ഐ ഡോണ്ട് കെയർ. ഇഫ് ഹി ഹാവ് സം പൈസ ഇൻ ഹിസ് അക്കൗണ്ട് ഐ എം ഓക്കെ ടു മാരി ഹിം എന്നൊരു സെറ്റപ്പാണ് പറയുന്നത്. വളരെ റോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ പണത്തിന് വേണ്ടി മാത്രം പോന്നു എന്ന് പറയുന്നതിനെ അടിവരയിട്ട് ശരിയിട്ട് 100/100 എന്ന് എഴുതി കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളിക്കാരി പറഞ്ഞത്. തമാശയായിട്ട് പറഞ്ഞാണോ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല. തമാശയായിട്ട് പറഞ്ഞാണെങ്കിലും സീരിയസ് ആയിട്ട് പറഞ്ഞാണെങ്കിലും മോശമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത്ര രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടണം, എട്ടം ബലം നോക്കാതെ കെട്ടിയിരിക്കും, ഈ സെറ്റപ്പാണ് പറഞ്ഞത്. അത് കൊള്ളാം കേട്ടോ, സെറ്റപ്പ് കൊള്ളാം, പുതിയ ബിസിനസ് ആണെന്ന്. ബാക്കി പറ. കുറച്ച് വെള്ളം കിട്ടിയാൽ കൊള്ളായിരുന്നു. കാരണം കുറച്ച് വെള്ളം കൊടുക്കും. കാരണം നിങ്ങളുടെ ഈ ചോദ്യം തലേ കൂടെ കോരി ഒഴിക്കാനാണ് ഈ വെള്ളം മേടിക്കുന്നത്. ഇത് ഇവരുടെ സ്ക്രിപ്റ്റഡ് സാധനമാണ്. കാരണം മൊത്തം ഇന്റർവ്യൂല് 30 മിനിറ്റ് ആണ്, 33 മിനിറ്റ് ആണ് ഇന്റർവ്യൂ. 33ാമത്തെ മിനിറ്റിലാണ് ഈ തലേ കൂടെ വെള്ളം ഒഴിക്കുന്ന പ്രക്രിയ വന്നിരിക്കുന്നത്. സോ ഇന്റർവ്യൂ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിരുന്ന സാധനമാണ്. അപ്പൊ ഈ ചോദിക്കാൻ പോകുന്നത് ഒരു മ്ലേച്ഛകരമായ ചോദ്യമാണ്. ആങ്കറെ അറക്കാനുള്ള ആടാക്കി എന്നുള്ളതാണ്. പക്ഷെ രേണുവിന്റെ അഭിനയം വളരെ മികച്ചതായിട്ട് നമുക്കത് മനസ്സിലാവും. രേണുവിന്റെ മാത്രമല്ല ഇവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നിൽ നമുക്ക് വല്ല അറ്റാക്ക് ഉണ്ടായി ചത്തുപോയിക്കാൻ എന്താ ചെയ്യും? നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യമല്ലേ ചേച്ചി, ഞാൻ അങ്ങനെ ഉത്തരം പറഞ്ഞു. പക്ഷെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ വെള്ളം എടുക്കാൻ പോയേ, ഒരുമാതിരി ചൂടാവുന്ന ഈ സീറ്റ്. ഓക്കെ, താങ്ക് യു. വെള്ളം എടുക്കാൻ പോയിട്ട് അപ്പൊ തന്നെ വെള്ളം കൊടുത്തു. ആ വെള്ളം പുള്ളിക്കാരി കുടിച്ചതുമില്ല. ദാണ്ട ഗ്ലാസിന്റെ ദാണ്ട ഒരു അരഭാഗം മാത്രമേ ഉള്ളൂ വെള്ളം. കാരണം ഒഴിക്കാനുള്ള ഉദ്ദേശത്തോടെ തന്നെ വെള്ളം മേടിച്ചു. ഒരാൾ എനിക്ക് ഇച്ചിരി വെള്ളം വേണം കേട്ടോ, നേരെ ഒരു വെള്ളം എടുത്താൽ കൊടുക്കുക, അവിടെ സെറ്റാക്കി വെച്ചേക്കുവോ സാധനം. എൻ്റെ മോനെ ടൈമിങ് കറക്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. ടൈമിങ് തെറ്റിപ്പോയി. ഈ ഷോ ഡയറക്ടർ ഇതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ 1/2 ഗ്ലാസ് വെള്ളം നമ്മൾ വിശ്വസിപ്പിക്കുമ്പോൾ അത് ഫുള്ളായിട്ട് ചെയ്യും, കൃത്യമായിട്ട് ചെയ്യരുത്. ഇത് എന്ത് ഇത് ഒരുപാടുണ്ട്. കുടിക്ക്. ചേച്ചി കുടിച്ചതും ഇല്ല, വെച്ചിട്ട് ഒരു ആക്ഷൻ കാണിച്ച് അങ്ങ് നിർത്തി. ഇത് കാണുന്ന നമ്മളെ നിങ്ങൾ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതേ പ്ലീസ്. എനിക്ക് അതൊരു അപേക്ഷയാണ് ഈ മെയിൻ സ്ട്രീം മണ്ണിനോടും ഇതുപോലത്തെ റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കണ്ടന്റ് ഉണ്ടാക്കുന്ന ചാനലുകളോടും. നിങ്ങൾ താങ്ങൂല, ജയിച്ചാലും കളി നിർത്താത്ത ടീംസ് ആണ്. അപ്പോ പറഞ്ഞ ഉദ്ദേശിക്കുന്ന അവര്. നീ ഇല്ലേ, നീ ഇപ്പൊ പറഞ്ഞ കമന്റ് ആ ചോദിച്ച ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ കട്ട് ചെയ്തതാണ്. ഒരു ദ്വയാർത്ഥം നിറഞ്ഞ അശ്ലീലമായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. ഇങ്ങനെ ഇവരുടെ വീഡിയോയുടെ താഴെ ഒരു കമന്റ് ബോക്സിൽ കമന്റ് വന്നു. അതിനാണ് ഈ പൊട്ടിത്തെറിക്കുന്നത്, വെള്ളം കോരി ഒഴിക്കുന്നത്. നമുക്ക് ആ നാടകം കൂടെ കണ്ടിട്ട് ഈ പരിപാടിക്ക് കർട്ടൻ ഇടാം. നിന്റെ മോന്റെ കാലിൽ തലയെ കൂടാണ് ഞാൻ. നീ എന്റെ കിച്ചുവിന്റെ ഏജ് ആയി.
എന്നാ നിന്റെ മോന്തയ്ക്കല്ല തലേക്കൂടെ ആയിരുന്നു ഒഴിക്കേണ്ടിയിരുന്നത്. അപ്പം ഓൾറെഡി ഒഴിച്ചില്ലല്ലോ. ഒഴിക്കുന്നതിന് മുമ്പേ ആ ഡയലോഗ് പറഞ്ഞ എന്തെന്നാ കളി അതെന്തെന്നാ? നിർത്താത്ത ടീംസ് ആണ് അവര്. എന്റെ പൊന്നു ഞാൻ നീ ഇല്ലേ, നീ ഇപ്പൊ പറഞ്ഞ ഈ കമന്റിന് നിന്റെ മോന്റെ കാലിൽ തലയെക്കൂടാണ് ഞാൻ ഈ വെള്ളം ഒഴിച്ചത്. മോന്തയ്ക്കല്ല തലേക്കൂടെ ഒഴിക്കണ്ട. ഒന്നെങ്കിൽ അത് ഒഴിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ചേക്കല്ലേ വെള്ളം ഒഴിക്കണമെന്ന്. പറ ചെയ്. നിർത്ത്. നീ എന്റെ കിച്ചുവിന്റെ ഏജ് ആയി. എന്നാ വൃത്തികെട്ടതാടി നീ. ഇതിനാണോ നീയൊക്കെ എന്നെ വിളിച്ചു വരുത്തിയത്? കിച്ചുവിൻ്റെ ഏജ് ആയിപ്പോയി. കുറച്ചും കൂടെ പ്രായമുള്ള ആണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, സമപ്രായക്കാരായിരിക്കണം. അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ കിച്ചുവിൻ്റെ ഏജ് ഉള്ളവർ ചോദിക്കാൻ പറ്റത്തില്ല. പിന്നെ വെള്ളം ഒഴിച്ച ഡ്രാമയും അങ്ങോട്ട് ശരിയായില്ല, പിന്നെ അങ്ങോട്ട് ഭയങ്കര ഓവർ ആക്ടിങ് കേട്ടോ. കിച്ചുവിന്റെ പ്രായമുണ്ട് നിന്നെ ഞാനൊന്നും പറയുന്നില്ല. കുറെ നേരമായി ഇവിടെ ഇരുത്തിയിട്ട് കിടന്ന്. കട്ട് ചെയ്തേക്ക് മതി. ലൈൻ കട്ട്. എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളായി രേഖപ്പെടുത്തു. രേണുവിന്റെ അഭിനയം മെച്ചപ്പെട്ട, മെയിൻ സ്ട്രീം ചോദ്യങ്ങൾ മെച്ചപ്പെട്ട, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തു. മറ്റൊരു ബൈ.